ചില്ലുകൂട്ടിലെ പൂന്തോട്ടം, ടെറാറിയവും പാലിഡേറിയവും. ഇതേക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പം വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഷീനയുണ്ട്. ഡോക്ടർ ഷീന പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. മേശപ്പുറത്ത് മനോഹരമായ ഒരു പൂന്തോട്ടം. അതൊരു കുപ്പിക്കുള്ളിലായാലോ? ചില്ലുകുപ്പിയിൽ ഒരുക്കുന്ന പൂന്തോട്ടമാണ് ടെറേറിയം അഥവാ കുപ്പി പൂന്തോട്ടം. നിറമില്ലാത്ത, കൊത്തുപണികൾ ഒന്നും തന്നെ ഇല്ലാത്ത സുതാര്യമായ ഗ്ലാസ് പാത്രങ്ങളാണ് ടെറേറിയത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്. പല ആകൃതിയിലും വലുപ്പത്തിലുമുള്ള ഗ്ലാസ് പാത്രങ്ങൾ വിപണിയിൽ ലഭിക്കും. ഇവയ്ക്ക് താരതമ്യേന വില കൂടുതലായതിനാൽ തുടക്കക്കാർക്ക് അക്വേറിയം ഷോപ്പുകളിൽ ലഭിക്കുന്ന ഗ്ലാസ് ബൗളുകൾ ഉപയോഗിക്കാം. കുപ്പികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അടിയിൽ വിസ്താരമുള്ളതും ആവശ്യത്തിന് പൊക്കമുള്ളതും കഴുത്തിന് കുറഞ്ഞത് 3 സെന്റിമീറ്ററെങ്കിലും വ്യാസമുള്ളതും ആയിരിക്കണം. ചില്ലുപാത്രം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകവും പുറവും നന്നായി വൃത്തിയാക്കണം. ഉണങ്ങിയ ചില്ലുപാത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പാത്രം നനഞ്ഞിരുന്നാൽ പോട്ടിംഗ് മിശ്രിതം പാത്രത്തിൽ നിരത്തുമ്പോൾ വശങ്ങളിൽ പറ്റിപ്പിടിക്കും. ടെറേറിയം 2 തരമുണ്ട്, അടച്ചതും തുറന്നതും. ഇതിൽ തുറന്ന ടെറേറിയം തയ്യാറാക്കാൻ എളുപ്പമാണ്. ചില്ലുപാത്രത്തിന്റെ അടിയിൽ വലിയ കല്ലുകളോ ലീക്ക എന്നറിയപ്പെടുന്ന ക്ലേ ബോൾസോ ഇട്ട് ഒരു ഡ്രെയിനേജ് ലെയർ കൊടുക്കണം. അതിൻ്റെ മുകളിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഇടുന്നത് ദുർഗന്ധം തടയാൻ സഹായിക്കും. കല്ലും കരിയും നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വേണം ചില്ലുപാത്രത്തിലേക്ക് ഇടാൻ. ഇതിനു മുകളിൽ പാത്രത്തിന്റെ വ്യാസത്തിനനുസരിച്ച് മുറിച്ചെടുത്ത ഷെയ്ഡ് നെറ്റിന്റെ കഷ്ണമോ കണ്ണി അടുപ്പമുള്ള ഒരു നൈലോൺ കഷ്ണമോ ആവശ്യമെങ്കിൽ വിരിക്കാം. ചെടിയുടെ വേരുകൾ താഴെയുള്ള വെള്ളവുമായി സമ്പർക്കത്തിൽ വരാതിരിക്കാൻ ഒരു പരിധിവരെ ഇത് സഹായിക്കും. അതിനു മുകളിലായി നടീൽ മിശ്രിതം ഇടാം. നടാനായി എടുക്കുന്ന ചെടികൾക്ക് അനുയോജ്യമായ നടീൽ മിശ്രിതം ഉപയോഗിക്കണം. സാധാരണ ചെടികൾക്ക് മണ്ണ്, ചകിരിച്ചോർ കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് എന്നിവ ഒരേ അനുപാതത്തിൽ കൂട്ടിക്കലർത്തിയ മിശ്രിതം ഉപയോഗിക്കാം. മണ്ണിര കമ്പോസ്റ്റിന് പകരം ചാണകപ്പൊടി ഉപയോഗിക്കാമെങ്കിലും ഇത് ടെറേറിയത്തിൽ കളകൾ മുളച്ചു വരാൻ ഇടയാക്കും. സക്കുലൻസ് പോലെ വെള്ളം അമിതമായാൽ അഴുകുന്ന ചെടികൾക്ക് മണൽ കൂടുതലായുള്ള നല്ല നീർവാർച്ചയുള്ള നടീൽ മിശ്രിതം കൊടുക്കണം. വലിപ്പം കുറവുള്ളതും ചെറിയ വേരുപടലമുള്ളതുമായ പതിയെ വളരുന്ന ചെടികളാണ് ടെറേറിയത്തിന് അനുയോജ്യം. ഒരേപോലെ വെള്ളം നൽകേണ്ട ചെടികൾ വേണം ഒന്നിച്ചു നടാൻ. ഉദാഹരണത്തിന് എന്നും വെള്ളം നൽകേണ്ട ചെടികളും വെള്ളം കുറച്ചു മാത്രം നൽകേണ്ട സക്കുലന്റ് വർഗത്തിലെ ചെടികളും ഒന്നിച്ചു നടരുത്. ഫിറ്റോണിയ, പെപ്പറോമിയ, ക്രിപ്റ്റാന്തസ്, പൈലിയ, വിവിധ പന്നൽ വർഗ ചെടികൾ, ക്രീപ്പിംഗ് ഫിഗ്, സക്കുലൻസ്, എയർ പ്ലാന്റ്സ് എന്നിവയൊക്കെ ചില്ലുകൂട്ടിലെ പൂന്തോട്ടത്തിൽ നടാം. നേരത്തെ വേരുപിടിപ്പിച്ച തൈകൾ വേണം ടെറേറിയത്തിൽ നടാൻ ഉപയോഗിക്കേണ്ടത്. പൂച്ചെടികൾ, പെട്ടെന്ന് ഇല കൊഴിയുന്ന ചെടികൾ എന്നിവയൊക്കെ ടെറേറിയത്തിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കൊഴിയുന്ന പൂക്കളും ഇലകളും പെട്ടെന്ന് അഴുകി ടെറേറിയം അനാകർഷകമാകും. ചെടികൾ വേര് പൊട്ടാതെ ഇളക്കിയെടുത്ത് വേരിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണും രോഗമുള്ള ഇലകളും അമിതമായി വളർന്ന ശാഖകളും മറ്റും നീക്കി നടാൻ പാകമാക്കണം. ഫിഷ് ടാങ്ക് പോലെ ഭിത്തിയോട് ചേർത്ത് വയ്ക്കാവുന്ന തരം ചില്ലുപാത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഭിത്തിയോട് ചേർന്നിരിക്കുന്ന പുറകുഭാഗത്ത് പൊക്കം കൂടിയ ചെടികളും മുൻഭാഗത്ത് പൊക്കം കുറഞ്ഞ ചെടികളും നടണം. ചെടികൾ നട്ട ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് മോസ്, ചെറിയ കല്ലുകൾ എന്നിവ കൊണ്ട് അലങ്കരിക്കാം. അതിനുശേഷം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ശക്തമായി വെള്ളമൊഴിച്ചാൽ മണ്ണ് തെറിച്ചു വീണ് പാത്രത്തിന്റെ വശങ്ങൾ വൃത്തികേടാകും. ചില്ലുപാത്രത്തിന്റെ വശങ്ങളിൽ അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കാം. ഡ്രിഫ്റ്റ് വുഡ്, കല്ലുകൾ, മിനിയേച്ചർ അലങ്കാര വസ്തുക്കൾ എന്നിവയെല്ലാം ടെറേറിയത്തിൽ ഉപയോഗിക്കാം. നേരിട്ട് ശക്തമായ സൂര്യപ്രകാശം ലഭിക്കാത്ത എന്നാൽ മിതമായ പ്രകാശം ലഭിക്കുന്ന സ്ഥലത്താണ് ടെറേറിയം വെക്കേണ്ടത്. തുറന്ന ടെറേറിയം തയ്യാറാക്കാൻ താരതമ്യേന എളുപ്പമാണ്. എന്നാൽ ഇതിൽ നട്ടിരിക്കുന്ന ചെടികളുടെ ആവശ്യകത അനുസരിച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. സാധാരണ ചെടികളെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് ടെറേറിയത്തിൽ വളം കൊടുക്കേണ്ടതില്ല. 3-4 മാസം കൂടുമ്പോൾ നേർപ്പിച്ച രീതിയിൽ വെള്ളത്തിൽ കലക്കിയ വളം ടെറേറിയത്തിൽ നൽകാം. അമിതമായി വളരുന്ന തണ്ടുകൾ മുറിച്ചു കൊടുക്കേണ്ടതാണ്. അടച്ച ടെറേറിയം ഒരു മിനി ഗ്രീൻ ഹൗസാണ്. കുപ്പിയുടെ വശങ്ങളിലൂടെ ഉള്ളിലേക്ക് വരുന്ന സൂര്യപ്രകാശവും കുപ്പിയിലെ ജലാംശവും ഉപയോഗിച്ച് ചെടി വളരുന്നു. വലിച്ചെടുക്കുന്ന വെള്ളം ബാഷ്പമായി കുപ്പിയുടെ വശങ്ങളിലിരുന്ന്
തണുത്ത് പിന്നെയും കുപ്പിയിലെ മാധ്യമത്തിൽ തന്നെ വീഴുന്നതിനാൽ അടച്ച ടെറേറിയം ഒരു സന്തുലിതാവസ്ഥയിലുള്ള ഇക്കോസിസ്റ്റമായി പ്രവർത്തിക്കുന്നു. അല്പം കൂടുതൽ ഈർപ്പമുള്ള സാഹചര്യം ഇഷ്ടപ്പെടുന്ന മോസ്, പന്നൽ ചെടികൾ എന്നിവ അടച്ച ടെറേറിയത്തിൽ നടാൻ ഉചിതമാണ്. സക്കുലൻസ്, എയർ പ്ലാന്റ്സ് എന്നിവ അടച്ച ടെറേറിയത്തിൽ ഒഴിവാക്കണം. ചെടികൾ നട്ട് കുപ്പിയിൽ വെള്ളം സ്പ്രേ ചെയ്ത ശേഷം കുപ്പി അടച്ചുവെക്കാം. അടച്ച ടെറേറിയത്തിൽ എന്നും വെള്ളം ഒഴിക്കേണ്ടതില്ല. പാത്രം അടച്ചു വെച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെ പാത്രത്തിന്റെ വശങ്ങളിൽ ഒരു മൂടൽ പോലെ ബാഷ്പം പറ്റിയിരിക്കുന്നത് കാണാം. വെയിൽ വന്ന് അന്തരീക്ഷം ചൂടാകുന്നതോടെ ഈ ബാഷ്പം വെള്ളത്തുള്ളികളായി ചില്ലുപാത്രത്തിലെ മാധ്യമത്തിലേക്ക് ഒഴുകി വീണ് പാത്രത്തിന്റെ വശങ്ങൾ വീണ്ടും സുതാര്യമാകും. അടുത്ത ദിവസം ഈ പ്രക്രിയ വീണ്ടും ആവർത്തിക്കും. ഇത് ആവർത്തിക്കുന്നിടത്തോളം പാത്രത്തിലെ വെള്ളം സന്തുലിതാവസ്ഥയിലായിരിക്കും. പാത്രത്തിൽ വെള്ളം കൂടിയാലും കുറഞ്ഞാലും ഈ പ്രക്രിയ തടസ്സപ്പെടും. കുപ്പിയിലെ ബാഷ്പം ഉച്ചയായിട്ടും ഉണങ്ങുന്നില്ല എങ്കിൽ അതിൽ വെള്ളം കൂടുതലാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അടപ്പ് തുറന്നു വെച്ച് കുറച്ച് ജലം ബാഷ്പീകരിച്ച് പുറത്തു പോകാൻ അനുവദിക്കണം. ഇനി രാവിലെ കുപ്പിയുടെ വശങ്ങളിൽ വളരെ കുറച്ച് ഈർപ്പമേ ഉള്ളൂവെങ്കിൽ വെള്ളം കുറവാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മുകളിലെ 3-4 സെന്റിമീറ്റർ പോട്ടി മിശ്രിതം നനയാൻ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം സന്തുലിതാവസ്ഥയിലായാൽ എപ്പോഴും കുപ്പിയിലേക്ക് വെള്ളം ഒഴിക്കേണ്ടി വരില്ല. ചില്ലുപാത്രത്തിലെ ചെടി വാടുകയോ മണ്ണുണങ്ങുകയോ പാത്രത്തിൽ മൂടൽ പോലെ ബാഷ്പം പിടിക്കാതെ വരികയോ ചെയ്താൽ അടപ്പ് തുറന്ന് വെള്ളം നൽകാം. അടച്ച ടെറേറിയത്തിൽ സ്പ്രിംഗ് ടെയിൽ, ഐസോപോഡ് എന്നീ ജീവികളെ ഇട്ടാൽ അഴുകിയ ഇലകളെയും ടെറേറിയത്തിലെ കുമിളുകളെയും ഒക്കെ ഇവ ഭക്ഷിക്കുന്നത് വഴി ടെറേറിയം വൃത്തിയായിരിക്കും. ഈ ജീവികളെ ഓൺലൈനിൽ വാങ്ങാൻ ലഭിക്കും. ടെറേറിയത്തിന്റെ ഒരു വകഭേദമാണ് സാൻഡ് ആർട്ട് ടെറേറിയം. ഗ്ലാസ് പാത്രത്തിനുള്ളിൽ നിറമുള്ള മണൽ പാളികളായി ക്രമീകരിച്ച് അതിനൊപ്പം ചെറിയ സസ്യങ്ങളോ അലങ്കാര വസ്തുക്കളോ ചേർത്താണ് സാൻഡ് ആർട്ട് ടെറേറിയം ഉണ്ടാക്കുന്നത്. സക്കുലന്റ് ചെടികളാണ് സാൻഡ് ആർട്ട് ടെറേറിയത്തിന് പറ്റിയത്. ഒരു കപ്പിലോ ചെറിയ ചട്ടിയിലോ നട്ട ചെടി ചില്ലുപാത്രത്തിന്റെ നടുവിലേക്ക് വെച്ച ശേഷം വിവിധ നിറത്തിലുള്ള മണൽ നമ്മുടെ മനോധർമ്മമനുസരിച്ച് പല പാളികളായി ചെടിയുടെ ചുറ്റുമായി ചില്ലുപാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. നേരിട്ട് മണലിലേക്ക് ചെടി നട്ടാൽ വെള്ളമൊഴിക്കുമ്പോൾ മണൽപ്പാളികൾ തമ്മിൽ കൂടിക്കലർന്ന് അനാകർഷകം ആകും. ടെറേറിയം പോലെ തന്നെ അക്വേറിയവും ടെറേറിയവും ചേർന്ന പാലുഡേറിയം ഇന്ന് പ്രചാരത്തിലായിട്ടുണ്ട്. ഓഫീസുകളുടെ റിസപ്ഷനിലും വീടുകളിലും പാലുഡേറിയം ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നു. പ്രകൃതിയിലെ കാടുകൾ, തടാക തീരങ്ങൾ, പാറക്കെട്ടുകൾ, ജലാശയങ്ങളുടെ കരകൾ എന്നിവയുടെ മാതൃകയിൽ ലാൻഡ്സ്കേപ്പിങ്ങും അക്വാസ്കേപ്പിങ്ങും ചേർത്താണ് പാലുഡേറിയം സജ്ജീകരിക്കുന്നത്. ഒരു അലങ്കാര സംവിധാനം എന്നതിലുപരി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ പുനഃസൃഷ്ടിക്കുന്ന ഒരു ഗാർഡനിംഗ് രീതിയാണ് പാലുഡേറിയം. അകത്തളങ്ങളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം പ്രകൃതിയെ അടുത്തറിയാനുള്ള ഒരു അവസരവും പാലുഡേറിയം നൽകുന്നു. പാലുഡേറിയം തയ്യാറാക്കുന്നതിനായി സാധാരണയായി ഗ്ലാസ് ടാങ്ക് ഉപയോഗിക്കുന്നു. ഇതിൽ ടാങ്കിന്റെ താഴ്ഭാഗം വെള്ളത്തിനായി മാറ്റിവെക്കുകയും മുകൾ ഭാഗം മണ്ണ്, കല്ല്, ഡ്രിഫ്റ്റ് വുഡ് എന്നിവ ഉപയോഗിച്ച് ഉയർന്ന കരപ്രദേശമായി രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. വെള്ളത്തിൽ ചെറിയ ജലസസ്യങ്ങളും മീനുകളും, ഉയർന്ന കരഭാഗത്ത് മോസ്, ഫേൺ, ഈർപ്പം ഇഷ്ടപ്പെടുന്ന സസ്യങ്ങൾ എന്നിവയും, വെള്ളത്തിൽ ചെറിയ ജലസസ്യങ്ങളും മീനുകളും, ഉയർന്ന കരഭാഗത്ത് മോസ്, ഫേൺ, ഈർപ്പം ഇഷ്ടപ്പെടുന്ന സസ്യങ്ങൾ എന്നിവയും നട്ടുവളർത്താം. വെള്ളത്തിന്റെ ശുദ്ധി നിലനിർത്താൻ ഫിൽട്ടർ സംവിധാനവും ആവശ്യമായ പ്രകാശത്തിനായി കൃത്രിമ ലൈറ്റിംഗും ഉപയോഗിക്കാം. ജലത്തിന്റെ നിലവാരം കൃത്യമായി പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ ഭാഗികമായി വെള്ളം മാറ്റുകയും ചെയ്യണം. സസ്യങ്ങൾക്ക് ആവശ്യമായ ഈർപ്പം നിലനിർത്തുന്നതിനോടൊപ്പം അധിക ജലം കെട്ടിനിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടാതെ ലൈറ്റിംഗ്, വായുസഞ്ചാരം എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുന്നത് സസ്യങ്ങളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായകമാണ്. വലിയ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കാൻ സ്ഥലപരിമിതിയുള്ള ഉദ്യാനപ്രേമികൾക്ക് അകത്തളങ്ങൾ ആകർഷകമാക്കാൻ ടെറേറിയം, പാലുഡേറിയം എന്നിവ ഉപയോഗിക്കാം. ഒരു ഗിഫ്റ്റ് ഐറ്റമായും വരുമാന മാർഗമായും ടെറേറിയം പ്രചാരത്തിലുണ്ട്. വളരെ ചെറിയ സ്ഥലത്ത് തന്നെ പച്ചപ്പിന്റെ ഒരു ചെറുലോകം ടെറേറിയം, പാലുഡേറിയം എന്നിവ വഴി സൃഷ്ടിക്കാം.